ഞാന് ഷിജിയ മാമിന്റെ ലേണറാണ്. ഫസ്റ്റ് വേറൊരാളായിരുന്നു ഷിജിയ മാം. ഞാനും പുതിയതായിട്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെയാണ് ഇതിലേക്ക് വന്ന് ചേർന്നത്. എനിക്ക് ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് വന്ന് സൈക്കോളജി എടുത്തതാണ്. കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷം വന്ന് പഠിക്കുന്നതായതുകൊണ്ട് ഒന്നിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ ഫുള്ള് ഗൈഡൻസ് തന്നതും ഷെജിയ മാം തന്നെയാണ്. കാരണം ഷെജിയ മാമിന് ലേൺ വൈസ് പുതിയൊരു ഇതായിരുന്നു, പ്ലാറ്റ്ഫോം ആയിരുന്നു തോന്നുന്നു. അപ്പൊ ഷെജിയ മാം പുതിയതാ, ഞാനും പുതിയതാ. പക്ഷെ ഞാൻ എന്റെ ഫുള്ള് കൺസേൺസും പറഞ്ഞിരുന്നു. പക്ഷെ ആള് ഓക്കെയാണ്, കുഴപ്പമുണ്ടാവില്ല, സപ്പോർട്ട് തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഫുള്ള് കൂടെ നിൽക്കുന്നിരുന്നു. എനിക്ക് ഫുള്ള് ഡൗട്ട്സ് ആണ് എപ്പോഴും, എല്ലാ സബ്ജക്റ്റിലും ഡൗട്ടാണ്. ഞാൻ നേരത്തെ തുടങ്ങിയൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ചൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷെ ഈ നമ്മുടെ ഗ്യാപ്പ് കൊണ്ടും ഏജിന്റെ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഒട്ടും ഓർമ്മ നിൽക്കണില്ല. പണ്ടത്തെ പോലെയല്ല, നമുക്ക് പഠിച്ചാലും ഇത് എന്തൊക്കെയായിരുന്നു എന്നൊന്നും ഒരു കണക്ഷൻ ഇല്ലാത്ത സബ്ജക്ട്സും ആയതുകൊണ്ട് നമുക്ക് ഒട്ടും ഇത് ഓർമ്മ നിൽക്കുന്നുണ്ടായില്ല. പിന്നെ എനിക്ക് ഇവരുടെ സപ്പോർട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഏത് സമയത്ത് ചോദിച്ചാലും, ഐ മീൻ വീക്കെൻഡ് ആണെങ്കിലും അവർ അവൈലബിൾ ആവുന്ന സമയത്താണെങ്കിൽ അവർ നമുക്ക് റിപ്ലൈ തരും. അതല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഹെൽപ്പിലാണ് ഞാനിവിടെ ഫുള്ള്. ഞാൻ ഒറ്റയടിക്ക് എല്ലാം എഴുതാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ട് എല്ലാം. ചില സബ്ജക്ട്സ് എനിക്ക് ഇച്ചിരി ടഫായിരുന്നു. ഈ പറഞ്ഞ പോലെ അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജിയും പേഴ്സണാലിറ്റി ഒക്കെ എനിക്ക് ചെറുതായിട്ട്, എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഒക്കെ വന്ന കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഭംഗിയായിട്ട് എഴുതിയെന്ന് വിചാരിക്കണു. പിന്നെ അതിന് ലേൺ വൈസിനോട് ഒരുപാട് ഇതുണ്ട്. ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് ഞാനിങ്ങനെ ഷെജിയ മാമിന്റെ പുറകെ നടന്നു. എനിക്കൊരു ഏതാ നമ്മുടെ റിസർച്ചിന്റെ ലൈവിന്റെ സെഷൻസിന്റെ റെക്കോർഡിംഗ് ഒക്കെ കുറച്ച്, കാരണം എനിക്കതൊന്ന് വായിച്ചിട്ട് ആദ്യം ക്ലാസ്സിൽ ഉണ്ടായിരുന്നപ്പോ കിട്ടി. പിന്നെ അത് ഈ 6 സബ്ജക്റ്റും ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം എടുക്കും ഇതിങ്ങനെ പഠിച്ചെടുത്ത് വരാനായിട്ട്. അപ്പൊ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ഷെജിയ മാം ആണ്. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇയറും കൂടെ അങ്ങനെ കാണുമെന്ന് വിചാരിക്കുന്നു.